ഗുഡ് മോർണിംഗ്. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. വിപണിക്ക് ആവേശ കുതിപ്പ് സമ്മാനിച്ച GST റിഫോംസ് തന്നെയാണ് പോയ വാരം ബുൾസിന്റെ തേരോട്ടത്തിന് കരുത്ത് പകർന്നത്. താരിഫ് അനിശ്ചിതാവസ്ഥകൾക്കിടെ രാജ്യത്തെ കൺസംഷൻ വർദ്ധിപ്പിച്ച് വളർച്ചയെ പിന്താങ്ങുക എന്ന ലക്ഷ്യത്തോടെ GSTയിൽ വൻതോതിലുള്ള ഇളവുകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള സ്ട്രക്ചറൽ റിഫോംസ് പല മേഖലകൾക്കും ഗുണം ചെയ്യും. ഇതോടെ വിപണിയിലും മെറ്റൽ, FMCG, കൺസപ്ഷൻ ഉൾപ്പെടെയുള്ള സകല സെക്ടറുകളിലും ഓഹരികളിൽ തിളക്കമാർന്ന മുന്നേറ്റം കണ്ടു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ 1.29% മുന്നേറ്റമാണ് നിഫ്റ്റി 50 സൂചിക രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 0.86% മുന്നേറ്റവും നൽകി. പ്രോഫിറ്റ് ബുക്കിംഗിന് സാക്ഷ്യം വഹിച്ച IT ഇൻഡെക്സ് 1.5% കൂടുതൽ ഇടിഞ്ഞതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ സെക്ടറൽ സൂചികകളിലും മുന്നേറ്റം പ്രകടമായി. ഏറ്റവും അധികം നേട്ടം തന്നത് മെറ്റൽ ഇൻഡെക്സ് ആണ്, 5.75%. 5.45% മുന്നേറ്റം ഓട്ടോ ഇൻഡെക്സും കാഴ്ചവെച്ചു. 2% നേട്ടം എനർജി സൂചികയും നൽകി. 1.47% മുന്നേറ്റം PSU ബാങ്ക് ഇൻഡെക്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ബ്രോഡർ മാർക്കറ്റിലും BSE മിഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1.5 മുതൽ 2.5% കൂടുതൽ നേട്ടം വീക്കിലി പെർഫോമൻസിൽ കാഴ്ചവെച്ചു. മാഗ്നിഫിഷ്യന്റ് 7-ലെ ചില ഓഹരികളിലുണ്ടായ കുതിപ്പിനെ തുടർന്ന് നാസ്ഡാക്ക് 100, S&P 500 സൂചികകളിൽ പോയ വാരം മുന്നേറ്റത്തിന് കാരണമായി. സമ്മിശ്രമായ PMI ഡാറ്റകളും ലേബർ ഡാറ്റകളിൽ ഉണ്ടായ ചില ഏറ്റക്കുറച്ചിലുകളും US സൂചികകളിലും പ്രതിഫലിച്ചു. പ്രതിവാരാടിസ്ഥാനത്തിൽ ഡൗ ജോൺസ് സൂചിക 0.32% നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ S&P 500 0.33% നേരിയ നേട്ടവും റിപ്പോർട്ട് ചെയ്തു. നാസ്ഡാക്ക് 100 ആകട്ടെ 1.01% നേട്ടമാണ് തന്നത്. സെപ്റ്റംബർ 10-ന് PPI, കോർ PPI ഡാറ്റകൾ എത്തും. ഓഗസ്റ്റിലെ ഡാറ്റകളാണ് പുറത്തുവരുന്നത്. 0.3% കോർ PPIയിലെ അനുമാന നിരക്ക്. പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പണപ്പെരുപ്പത്തെ മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഡാറ്റയാണിത്. പിന്നീട് സെപ്റ്റംബർ 11-ന് CPI, കോർ CPI ഡാറ്റകൾ പ്രസിദ്ധീകരിക്കും. പ്രതിമാസാടിസ്ഥാനത്തിലും ഇയർ ഓൺ ഇയർ ബേസിസിലുമുള്ള ഡാറ്റകൾ വരുന്നുണ്ട്. സെപ്റ്റംബർ 16, 17 തീയതികളിലായി നടക്കുന്ന FOMC യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് ഭൂരിഭാഗം നിക്ഷേപകരുടെയും പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി വരുന്ന പണപ്പെരുപ്പ ഡാറ്റ എന്ന നിലയിൽ CPI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. തുടർന്ന് അന്ന് തന്നെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും എത്തുന്നുണ്ട്. സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു പോയ വാരം യൂറോപ്യൻ വിപണിക്ക് നിർണായകമായത്. വീക്കിലി ബേസിസിൽ ഡാക് സൂചികയിൽ കനത്ത വിൽപ്പനാ സമ്മർദ്ദമായിരുന്നു കണ്ടത്. CAC 40-ലും 0.42% നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ FTSE 100 ഭേദപ്പെട്ട പ്രകടനം രേഖപ്പെടുത്തി. നേട്ടം 0.34%. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ സെപ്റ്റംബർ 11-ന് ECB യോഗ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കും. പലിശ നിരക്കിൽ തൽസ്ഥിതി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2.15% ഇപ്പോഴത്തെ പലിശ നിരക്ക്. 12-ന് ഫ്രാൻസ്, ജർമ്മനി എന്നിവയുടെ CPI കണക്കുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കൂടാതെ അന്ന് തന്നെ എത്തുന്ന ബ്രിട്ടന്റെ GDP ഡാറ്റയും വ്യാവസായിക ഉൽപാദന ഡാറ്റകളും നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ചേക്കാം. ചൈനയുടെ വിക്ടറി പരേഡിലൂടെ ലോകത്തിന് മുന്നിൽ ചൈന അവരുടെ അഡ്വാൻസ്ഡ് ആയ മിലിറ്ററി പവർ ഷോക്കേസ് ചെയ്ത വാരമാണ് കടന്നുപോയത്. പൊതുവെ സമ്മിശ്രമായ പ്രകടനമായിരുന്നു പോയ വാരം ഏഷ്യൻ വിപണികളിൽ കണ്ടത്. സെപ്റ്റംബർ 7-ന് വരുന്ന ജപ്പാന്റെ GDP കണക്കുകളോടായിരിക്കും ഏഷ്യൻ വിപണികൾ ആദ്യം പ്രതികരിക്കുക. 8-ാം തീയതി വരുന്ന ചൈനയുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കണക്കുകളും വിപണി ശ്രദ്ധ പിടിച്ചുപറ്റും. ടാരിഫിന്റെ എഫക്ട് എത്രത്തോളം ചൈനീസ് ഇക്കണോമിയെ ബാധിച്ചു എന്ന് ഈ ഡാറ്റകളിലൂടെ വിലയിരുത്താം. ഒപ്പം സെപ്റ്റംബർ 9-ന് വരുന്ന CPI, PPI കണക്കുകളിൽ കൂടി ചൈനീസ് ഇക്കണോമിയുടെ സമീപ ഭാവിയുടെ ഒരു ഏകദേശ ചിത്രം വിപണിക്ക് മുന്നിൽ തെളിയും. കമോഡിറ്റി മാർക്കറ്റിൽ പോയ വാരം ഇടിവാണ് കാണാൻ കഴിഞ്ഞത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2.94% ഇടിഞ്ഞ് ബാരലിന് $65.32 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 3.24% ഇടിവോടെ ബാരലിന് $61.49 എന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിച്ചു. US ക്രൂഡ് ഇൻവെന്ററി 2.4 മില്യൺ ബാരലായി ഉയർന്നതും ഇന്ന് നടക്കുന്ന OPEC+ രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ഉൽപാദനം വർദ്ധിപ്പിക്കും എന്ന അനുമാനവും മാർക്കറ്റ് ഷെയർ വീണ്ടെടുക്കാൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് പ്രധാനമാണ് എന്ന സൗദി അറേബ്യയുടെ നിലപാടുമെല്ലാം ഓവറോൾ സപ്ലൈ സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇതോടെയാണ് എണ്ണവില താഴേക്ക് നീങ്ങിയത്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $60.62 തുടർന്ന് $60.7. അപ്സൈഡിലേക്ക് വരുമ്പോൾ $68.57 റെസിസ്റ്റൻസ് ഉള്ളത്.
ഇത് മറികടക്കാൻ സാധിച്ചാൽ $70.17 അടുത്ത റെസിസ്റ്റൻസ് മേഖലയായി ആക്ട് ചെയ്യും. WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $60.58 തുടർന്ന് $59.3 എന്ന ലെവലിലാണുള്ളത്. മറുവശത്ത് $64.42 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $66.16 എന്ന ലെവലും റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാവുന്നതാണ്. സ്വർണ്ണവിലയിലേക്ക് വന്നാൽ പ്രതിവാരാടിസ്ഥാനത്തിൽ 4.04% ഉയർന്ന സർവകാല ഉയരം തൊട്ടുകൊണ്ട് ട്രോയ് ഔൺസിന് $3586 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US നോൺ ഫാം പേറോൾ ഡാറ്റ നിരാശ സമ്പാദിച്ചതും ഇതുകൊണ്ട് തന്നെ US ഫെഡ് പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇതിനു പുറമെ തൊഴിലില്ലായ്മ നിരക്കുകൾ 2021 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണുള്ളത്. സ്വാഭാവികമായും ഇതും റേറ്റ് കട്ടിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോണ്ട് നിക്ഷേപം പിൻവലിച്ച് നിക്ഷേപകർ സ്വർണം കൂടുതലായും വാങ്ങുന്നതിനാലാണ് സ്വർണ്ണവില കൂടുന്നതിലേക്ക് കാരണമായത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിന്റെ ആദ്യ സപ്പോർട്ട് ട്രോയ് ഔൺസിന് $3276 തുടർന്ന് $3224 $3370 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 3440 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഇന്ത്യൻ രൂപ പോയ വാരത്തിൽ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം സർവകാല താഴ്ചയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. USD/INR വാരാന്ത്യത്തിൽ 0.02% ഉയർന്ന് $88.14 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ടെക്നിക്കൽ സൈഡ് പരിശോധിച്ചാൽ വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത് $88.40 എന്ന ലെവലിലും തുടർന്ന് $88.52 എന്ന ലെവലും സപ്പോർട്ടായി പരിഗണിക്കാം. മറുവശത്തെ $87.76 എന്ന ലെവൽ റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഈ ലെവൽ മറികടന്നാൽ $87.57 എന്ന ലെവലും അടുത്ത റെസിസ്റ്റൻസ് മേഖലയായി പരിഗണിക്കാവുന്നതാണ്. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അമാൻഡ ഹെൽത്ത് കെയർ ഓഹരികൾ സെപ്റ്റംബർ 9 ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1994 സ്ഥാപിതമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അമാൻഡ ഹെൽത്ത് കെയർ. ഇഷ്യൂവിലൂടെ 126 കോടി രൂപയാണ് കമ്പനി സമാഹരിച്ചത്. വരുന്ന വാരം സെപ്റ്റംബർ 10 ഓപ്പൺ ആകുന്ന ശ്രീനഗർ ഹൗസ് ഓഫ് മംഗൾസൂത്ര, ദേവ് ആക്സിലറേറ്റർ ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 12-ാം തീയതിയാണ്. 2009 സ്ഥാപിതമായ കമ്പനിയാണ് ശ്രീനഗർ ഹൗസ് ഓഫ് മംഗൾസൂത്ര. മംഗൾസൂത്ര നിർമ്മിക്കുന്നതിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇഷ്യൂയിലൂടെ 400.95 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബർ 17 ശ്രീനഗർ ഹൗസ് ഓഫ് മംഗൾസൂത്ര ലിസ്റ്റ് ചെയ്യപ്പെടുക. സെപ്റ്റംബർ 17 ദേവ് ആക്സിലറേറ്റർ ഓഹരികളും ലിസ്റ്റ് ചെയ്യും. 2017 സ്ഥാപിതമായ കമ്പനി കോ വർക്കിംഗ് സ്പേസ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 56 രൂപ മുതൽ 61 രൂപ വരെയാണ്. ഇഷ്യൂയിലൂടെ 143.35 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. അർബൻ കമ്പനിയാണ് അടുത്ത ആഴ്ച എത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു IPO സബ്സ്ക്രിപ്ഷൻ. 2014 സ്ഥാപിതമായ കമ്പനി ഹോം ആൻഡ് ബ്യൂട്ടി സർവീസസ് മേഖലയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇഷ്യൂവിലൂടെ 1900 കോടി രൂപയാണ് കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 98 രൂപ മുതൽ 103 രൂപ വരെയാണ്. പോയ വാരം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് നടത്തിയത്. FIIകൾ 5666.9 കോടി രൂപയുടെ വിൽപ്പന നടത്തിയപ്പോൾ DIIകൾ സമാന കാലയളവിൽ 13,444 കോടിയുടെ വാങ്ങലും നടത്തി. പോയ വാരം വിപണിക്ക് നിർണായകമായത് നികുതി പരിഷ്കരണം തന്നെയായിരുന്നു. സങ്കീർണമായ GST സ്ലാബുകൾ പോയ വാരത്തിൽ സർക്കാർ നീക്കം ചെയ്തു. പുതിയതായി 5%, 18% എന്ന 2 സ്ലാബുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 22 മുതൽ പുതിയ GST സ്ലാബുകൾ പ്രാബല്യത്തിൽ വരും. ഭക്ഷണം, മരുന്നുകൾ, അവശ്യവസ്തുക്കൾ, കാർഷികോൽപ്പന്നങ്ങൾ, ഗ്രീൻ എനർജി, ചെറിയ കാറുകൾ, ബൈക്കുകൾ എന്നിവയ്ക്കാണ് ഏറ്റവും വലിയ നികുതി ഇളവുകൾ ലഭിച്ചത്. ആഡംബര വസ്തുക്കൾക്കും സിൻ ഗുഡ്സിനുമാണ് കനത്ത വർധനവുണ്ടായത്. പുകയില അനുബന്ധ ഉൽപ്പന്നങ്ങൾ, കാർബണേറ്റഡ് പാനീയങ്ങൾ, ഇടത്തരം വലിയ കാറുകൾ, 350 cc മുകളിലുള്ള ബൈക്കുകൾ എന്നിവയ്ക്ക് 40% നികുതിയും ഇനി മുതൽ ബാധകമാകും. കഴിഞ്ഞ വാരം സെപ്റ്റംബർ 1 ഓഗസ്റ്റിലെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകൾ റിപ്പോർട്ട് ചെയ്തു. മുൻമാസത്തെ 59.1 നിന്നും 59.8 എത്തുമെന്നായിരുന്നു അനുമാനമെങ്കിൽ 59.3 കണക്കുകൾ റിപ്പോർട്ട് ചെയ്തത്. അന്ന് തന്നെ 2-ാം പാദ ബാലൻസ് ഓഫ് പേയ്മെന്റ് കണക്കുകളും പ്രഖ്യാപിച്ചിരുന്നു. 1-ാം പാദത്തിലെ 8.8 ബില്യൺ രൂപയിൽ നിന്നും ബാലൻസ് ഓഫ് പേയ്മെന്റ് 4.5 ബില്യൺ രൂപയായാണ് റിപ്പോർട്ട് ചെയ്തത്. അന്നേ ദിവസം തന്നെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്
ട്രേഡ് ബാലൻസ് ഡാറ്റയും എത്തി. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 2.40 ബില്യൺ ഡെഫിസിറ്റ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ട്രേഡ് ബാലൻസ് ആകട്ടെ -68.5 ബില്യൺ ആയും റിപ്പോർട്ട് ചെയ്തു. സെപ്റ്റംബർ 3 S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകളും എത്തി. 62.9 ആയാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുന്ന വാരം വിപണിക്ക് നിർണായകമാവുക സെപ്റ്റംബർ 12 പ്രഖ്യാപിക്കാനിരിക്കുന്ന CPI കണക്കുകൾ തന്നെയാണ്. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ സെപ്റ്റംബർ 12 റിപ്പോർട്ട് ചെയ്യും. ഓഗസ്റ്റ് 29 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $3.51 ബില്യൺ ഉയർന്ന് $694.23 ബില്യൺ ഡോളറിലെത്തി. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി ആഴ്ചയിലെ അവസാന ദിനം ക്ലോസ് ചെയ്തത്. ഡെയിലി ബേസിസിൽ 0.03%, വീക്ക്ലി ബേസിസിൽ 1.5% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ 24,700 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്തതുകൊണ്ട് ഒരു കോഷ്യസ് ഒപ്റ്റിമിസം സിറ്റുവേഷൻ ആണ് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത്. ഓവറോൾ ആയി നോക്കുമ്പോൾ നിഫ്റ്റി ലാസ്റ്റ് വീക്കിലെ ട്രേഡിംഗ് റേഞ്ചിൽ തുടരുന്നുവെന്നും വരും ആഴ്ചയിൽ കൺസോളിഡേഷനാണ് കൂടുതൽ സാധ്യതയെന്നുമാണ് ബജാജ് ബ്രോക്കിംഗിലെ അനലിസ്റ്റുകൾ പറയുന്നത്. 24,400 മുതൽ 25,000 എന്ന റേഞ്ച് വാച്ച് ചെയ്യണമെന്നും അവർ പറയുന്നു. 25,000 മുകളിൽ ബ്രേക്ക് ചെയ്താൽ 25,200 മുതൽ 25,250 റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുമെന്നും, മറിച്ച് ഡൗൺ സൈഡിൽ 24,400 മുതൽ 24,300 നിഫ്റ്റിയുടെ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അവർ സൂചിപ്പിച്ചു. കൂടാതെ മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ നോക്കുമ്പോൾ RSIയും MACDയും പോസിറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. അതായത് ട്രെൻഡ് ഇംപ്രൂവ് ആകുന്നതിന്റെ സൂചനയാണ് ഇത്. ബാങ്ക് നിഫ്റ്റിയിലും സമാനമായ മൂവ്മെന്റ് ആണ് കാണാൻ കഴിയുന്നത്. ഡെയിലി ബേസിസിൽ നേരിയ 0.7%, വീക്ക്ലി ബേസിസിൽ 0.86% നേട്ടത്തോടെയുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 54,500 മുതൽ 54,600 സൂചികയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും, 53,600 മുതൽ 53,500 സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നുമാണ് SBI സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റ് ആയ സുദീപ് ഷാ പറയുന്നത്. GST നിരക്കിലെ വെട്ടിക്കുറയ്ക്കൽ ആശ്വാസത്തിൽ കുതിച്ച വിപണിക്ക് മുന്നിൽ ഇനി ഏക തടസ്സമായി നിലനിൽക്കുന്നത് താരിഫ് അനിശ്ചിതാവസ്ഥ തന്നെയാണ്. ട്രംപിന്റെ താരിഫിന്മേൽ ചർച്ചകൾ നടത്തുന്നതിനായി സെപ്റ്റംബർ 8 വെർച്വലായി ബ്രിക്സ് സമ്മേളനം നടക്കാനിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആകും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സമ്മേളനത്തിൽ പങ്കെടുക്കുക. സമ്മേളനത്തിൽ നേതാക്കൾ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഇനി നിർണായകമാണ്. ഒപ്പം GSTയുടെ റിപ്പിൾ എഫക്റ്റ് പല മേഖലകളിലും വരുന്ന വാരം സ്വാധീനിക്കുമ്പോൾ നിക്ഷേപകർ ഒരു കോഷ്യസ് ഒപ്റ്റിമിസം തുടരേണ്ടതും അനിവാര്യമാണ്. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.